ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലുലുവിൽ പോയിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തായിരുന്നേ. വാങ്ങിയതിൽ ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ ചിലത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരമൊക്കെ അപ്പം വെറുതെ ഇരിക്കില്ലെന്ന് വിചാരിച്ച് ലുലുവിൽ പോകാനായിട്ടൊന്ന് ഇറങ്ങിയതാണ്. ആദ്യം ഞങ്ങൾ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നടന്ന് പിന്നെ ലുലുവിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. കാരണം ബാക്ക് ടു സ്കൂളിൻ്റെ ഷോപ്പിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹൈപ്പർ മാർക്കറ്റ് പറയണ്ടല്ലോ, എപ്പോഴും തിരക്കാം. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള നല്ല ഫ്രഷ് മാങ്ങകളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്രഷ് മാങ്ങയുടെ മണം കിട്ടും. പിന്നെ ഞങ്ങൾക്ക് മാങ്ങ വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങാനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ ഫുഡ് സൈഡിലോട്ട് പോയി. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ലുലുവിൽ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. ചിലത് വാങ്ങുമ്പോഴത്തേക്ക് ഫ്ലോപ്പ് ആവും, ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇപ്രാവശ്യം കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ മേളിൽ പോയി സീറ്റ് പിടിച്ചു. ഇതാണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ തിരക്ക്. ഇപ്രാവശ്യം ഞങ്ങൾ മേടിച്ചതിൽ ഭയങ്കര വെർത്തായിട്ട് തോന്നിയതാണ് ഈ ബീഫ് പ്ലേറ്റ് കേട്ടോ. 50 രൂപയ്ക്ക് നല്ല കിടിലൻ സാധനമാണ്, അടിപൊളി ഫില്ലിങ്സ് ആണ്. വാങ്ങുന്നവർ ചൂടാക്കി അവിടെ നിന്ന് തന്നെ മേടിക്കാൻ നോക്കുക. പിന്നെ വാങ്ങിയിട്ട് വേസ്റ്റ് ആയിട്ട് തോന്നിയതാണ് ഈ സ്പെഗറ്റി. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് സ്പെഗറ്റി കഴിക്കണം എന്നുള്ളത്. പക്ഷെ വാങ്ങിയത് സീ ഫുഡ് സ്പെഗറ്റി ആയിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഒറട്ടിയൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോസ്റ്റഡ് മേടിച്ചു. അങ്ങനെ ഇതൊക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പം നല്ല മഴ. അങ്ങനെ മഴയും കൊണ്ട് ഞങ്ങൾ